പത്തനംതിട്ടയിൽ പോലീസ് അതിക്രമത്തിൽ എസ്ഐക്ക് ഗുരുതര വീഴ്ചയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ആളുമാറി വിവാഹ സംഘത്തെ ആക്രമിച്ചുവെന്ന് റിപ്പോർട്ടിലുണ്ട്. പോലീസ് എത്തിയത് ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ അന്വേഷിച്ചാണ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ്ഐ എസ് ജിനുവും സംഘവുമാണ് വിവാഹ സംഘത്തെ ആളുമാറി ആക്രമിച്ചത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിട്ടുള്ളത്. ബാറിന് മുമ്പിൽ പ്രശ്നമുണ്ടാക്കിയവരെ അന്വേഷിച്ച് പോലീസ് വരുന്നു. അപ്പോഴാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് സമീപം ഒരു ജീപ്പിനുള്ളിൽ ദമ്പതിമാർ അടക്കമുള്ള ഒരു സംഘത്തെ കാണുന്നു. ആളുമാറി ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെയാണോ കരുതേണ്ടത്? മിഥുൻ മുരളി. വിനോദ്, ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിലും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. വിവാഹ സംഘത്തെ ആക്രമിച്ചത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI എസ് ജിനുവും സംഘവുമായിരുന്നു. SIക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. പത്തനംതിട്ട DYSP ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആളുമാറി വിവാഹ സംഘത്തെ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടിൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ ഭാഗത്ത് മറ്റൊരു സംഘം ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ അവിടെ അവർക്കെതിരെ പരാതി ഉയർന്നപ്പോഴാണ് ഈ SIയും സംഘവും അവിടേക്ക് എത്തുന്നത്. പിന്നീട് ആളുമാറി വിവാഹ സംഘത്തെ ആക്രമിച്ചു എന്നാണ് നിലവിൽ പോലീസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതര വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമായിരുന്നു സംഭവം. കോട്ടയം സ്വദേശികളായ 20 പേര് അടൂരിലുള്ള വിവാഹം കഴിഞ്ഞ് തിരികെ കോട്ടയത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് സമീപം വാഹനം നിർത്തി വിശ്രമിച്ചത്. ഈ സമയത്താണ് പോലീസ് ഇവിടേക്ക് എത്തിയത്. തുടർന്ന് അകാരണമായി ഇവരെ മർദ്ദിച്ചെന്നായിരുന്നു ഇവർ പരാതി ഉന്നയിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഈ 20 അംഗ സംഘത്തിലുണ്ടായിരുന്നു. അവരെ വനിതാ പോലീസിന്റെ ഒന്നും സാന്നിധ്യമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിച്ചു എന്നുള്ള പരാതി ഉയർന്നു. ഇവരുടെ തലയ്ക്കും കൈക്കും അടക്കം ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിരുന്നു. ഇവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നും അറിയിക്കുന്നുണ്ട്. ഇവർ പരാതി നൽകുകയും ചെയ്തിരുന്നു DYSPക്ക്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ള അന്വേഷണമാണ് പോലീസിന് തന്നെ നടത്തിയിരിക്കുന്ന ഒരു പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. ആളുമാറിയുള്ള ഒരു അക്രമമാണ് പോലീസിൽ നിന്നും ഇവർക്ക് നേരിടേണ്ടി വന്നത്. വിനോദ്, പത്തനംതിട്ടയിൽ ദമ്പതിമാർ അടങ്ങുന്ന 20 അംഗ സംഘത്തെ പത്തനംതിട്ടയിലുള്ള SI ആളുമാറി മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിട്ടുള്ളത്. ഇവർ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. DYSP ഇക്കാര്യത്തിൽ കൃത്യമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.